ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. കഥയുടെ പേര് പ്ലീസ് ഫീൽ അറ്റ് ഈസ് മിസ്റ്റർ ലിങ് എന്ന കൊറിയൻ ഡ്രാമ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ കഥയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയായിട്ടുള്ള ആൻസിനെയാണ്. അവൾ സ്കൂട്ടറിൽ പാട്ടൊക്കെ പാടി ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഒരു കാർ സ്പീഡിൽ അവളെ അടുത്തുകൂടി പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ അവിടെ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ചോദിക്കും. ഈ കാറിലാണ് നമ്മുടെ നായകനായിട്ടുള്ള ലിങ് ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ലിങ് മീറ്റിങ്ങിന് കയറുന്നതാണ്. ഇതേ സമയം ആൻസിൻ അവളെ നമുക്ക് ആൻ എന്ന് വിളിക്കാം. അപ്പോൾ ആൻ അവൻ്റെ കമ്പനിയിലേക്ക് വരുന്നതാണ്. അവൾക്കൊരു ബൊക്കയാണ് ഓർഡർ വന്നത്. അവൾ ബൊക്ക അവിടെയുള്ള റിസപ്ഷനിസ്റ്റിന് കൊടുത്തിട്ട് തിരിച്ച് ലിഫ്റ്റിലേക്ക് പോകും. അതേസമയം അവനും അവൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ അവൻ്റെ PA ആ ബൊക്ക വാങ്ങി അവൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, നീ നിൻ്റെ വർക്കൊക്കെ തുടർന്നോ എന്ന് പറഞ്ഞിട്ട് അവനും ആൻ നിൽക്കുന്ന ലിഫ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകും. ലിഫ്റ്റിൽ കയറിക്കഴിഞ്ഞ് ആൻ അവൻ്റെ കയ്യിലെ ബൊക്കയും അവനെയും ഒന്ന് നോക്കിയിട്ട് കീയൊക്കെ കറക്കി നിൽക്കുന്ന സമയത്ത് അവനും അവിടെ ആ ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന TV-യിലെ ന്യൂസ് ശ്രദ്ധിക്കും. അതിലെങ്ങനെയായിരുന്നു, ആ ലിഫ്റ്റിൽ കറണ്ട് പോയിട്ട് അതിൽ ലിഫ്റ്റ് താഴേക്ക് പോയി 3 പേരും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിതിങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങാനും ഈ ലിഫ്റ്റ് കറണ്ട് പോയാൽ എങ്ങനെയായിരിക്കും എന്ന് അവൻ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവൾ ജോലി ചെയ്യുന്നിടത്ത് എത്തുന്നതാണ്. അവരുടെ കൂടെയുള്ള ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോകാറായിട്ടുണ്ടായിരുന്നു. അവളോട് ബൈയൊക്കെ പറഞ്ഞ കൂട്ടുകാരിയും പോകും. ആനിന് നൈറ്റ് കൂടി ജോലിയുണ്ട്. നമ്മുടെ ലിങ് തിരിച്ചു പോകുന്ന വഴിക്ക് അവന് 2 പേര് ഫോളോ ചെയ്യുന്നത് ലിങ് കാണുന്നുണ്ട്. അവൻ വണ്ടി വേഗം ഓടിച്ചു പോകും. പക്ഷെ ലിങ് കുറച്ച് പോയി കഴിയുമ്പോൾ അവൻ്റെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാതെ ഓപ്പോസിറ്റ് വന്ന ലോറിയെ ഇടിക്കാതിരിക്കാൻ തിരിച്ചതൊരു കല്ലിലേക്കാണ്. അപ്പോൾ അവൻ നേരെ ചെന്ന് വീഴുന്നത് വെള്ളത്തിലേക്കാണ്. പിന്നീട് നായിക നൈറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നമ്മുടെ നായകൻ കരയിലേക്ക് കയറും. പെട്ടെന്ന് അവനെ കാണുമ്പോൾ അവൾ പേടിച്ചുകൊണ്ട് കാർ കൊണ്ട് വണ്ടി ബ്രേക്ക് ചെയ്യുന്നതും വണ്ടി തെന്നി അവനെ ചെന്നിരിക്കും. അങ്ങനെ 2 പേരും താഴെ വീഴും. അവൾ അവനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവനവിടെ ചെല്ലുമ്പോൾ ബോധമൊക്കെ തിരയും. അവൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അവനെ കാറിൽ വെച്ച് ഫോളോ ചെയ്ത 2 പേര് അവനെ തപ്പി വന്നതാണ്. പെട്ടെന്ന് അവനെ കാണാതിരിക്കാൻ അവൻ അവളെ നിർത്തിയെങ്കിലും പെട്ടെന്ന് അവളെ ആരോ അറിയാതെ തട്ടിപ്പോവും. ബാലൻസ് തെറ്റി അവൻ്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ട് മുട്ടും. പെട്ടെന്ന് അവൾ പുറകോട്ട് എന്താ ഇപ്പം സംഭവിച്ചേ എന്നുള്ള മട്ടിൽ നിൽക്കുമ്പോൾ അവനെന്തോ പറയാൻ തല പൊക്കും. അപ്പോഴേക്കും അവൾ അവനെ അടി കൊടുക്കും. അപ്പോൾ വീണ്ടും അവൻ്റെ ബോധം പോകും. ലിങ്ങിൻ്റെ ആക്സിഡൻറ്റ് കേസ് ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. വിവരമറിഞ്ഞ ലിങ്ങിൻ്റെ ബ്രദേഴ്സ് അച്ഛനോട് അവൻ വെള്ളത്തിൽ പോയെന്നും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുവാണ്. അത് കേട്ട് അച്ഛൻ നെഞ്ചുവേദന വന്ന് അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും പുള്ളിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു ഫാമിലിയെ കാണിക്കുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ ന്യൂസൊക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ അവരുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ചാൻസാണ്. ലിങ്ങിൻ്റെ അച്ഛൻ പ്രായമൊക്കെ ഇനി അവനൊന്നിനും കൊള്ളത്തൊന്നുമില്ല. പിന്നെ അവരുടെ മൂത്ത മകനാണ് ഉള്ളത്. അവനാണ് എസ്റ്റേറ്റൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളൊരു ഇളയ മകൻ, അവനാണ് അടിച്ചു പൊളിച്ച് നടക്കുന്നൊക്കെ ആളാണ്. അവനിതൊന്നും താല്പര്യമുള്ള ആളല്ല. പിന്നെ ഉള്ളത് 2ാമത്തെ മകൻ, അവനാണല്ലോ ഇത്രയൊക്കെ നാളും ഇതിൻ്റെ ചാർജ്. അപ്പം അവനും ഇപ്പം മിസ്സിങ് ആണ്. അപ്പം ഈ ഒരു അവസരം നമ്മൾ മുതലെടുക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ അവൻ്റെ കൂടെ തന്നെ ആൻ കാവലായിട്ടിരിപ്പുണ്ട്. അവൻ എഴുന്നേൽക്കുമ്പം അവൻ ചോദിക്കുന്നുണ്ട്, ആനിനോട് ചോദിക്കും, നീ ആരാ, നിൻ്റെ ഫോണൊന്ന് തന്നേ എന്നൊക്കെ പറയാത്ത. അത് കേട്ട് അവളുടെ ഫോൺ അവന് കൊടുക്കും. അപ്പോൾ ചോദിക്കും, എന്തിനാ എൻ്റെ ഫോണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതവൻ പറയുന്നുണ്ട്, അതിനവൻ പറയുന്നത് പോലീസിനെ വിളിക്കാനാണെന്നാണ്. അപ്പോൾ അത് കേട്ട് ഉടനെ തന്നെ അവൾ ഫോൺ തട്ടിപ്പറിച്ചിട്ട് ചോദിക്കും, എന്തിനാ പോലീസിനൊക്കെ വിളിക്കുന്നേ. അപ്പോൾ ചോദിക്കും, അപ്പോൾ അവൻ പറയും, നീ എന്നെ തല്ലിയതിനാണെന്ന് പറയും. അപ്പോൾ അതിനവൾ, നമുക്കതൊക്കെ പറഞ്ഞ് തീർക്കാം, പ്ലീസ് പോലീസിനെ വിളിക്കുകയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ അവൾ കെഞ്ചി പറയുകയാണ്. അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ ആരാ എന്ന് അവളോട് ചോദിക്കും. അപ്പോൾ അവളിങ്ങനെ സംശയത്തെ ഇങ്ങനെ ചോദിക്കും, നീയോ, നിനക്കറിയില്ലേ നീ ആരാണെന്ന് എന്ന് ചോദിക്കാം. നീ അടിക്കുന്നതിന് മുന്നേ വരെ എനിക്കെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു എന്ന് അവനും പറയും. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് അവനോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് അവനും മറുപടി പറയും. ഡോക്ടർ ഇവന് കാലിന് മാത്രമല്ല തലയ്ക്കും എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് അവൾ പതുക്കെ പറയും. അപ്പം ഡോക്ടർ പറയും, ടെസ്റ്റ് റിസൾട്ടൊക്കെ ഓക്കെയാണ്, പിന്നെ തലയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് മറവിയൊക്കെ കാണും. അപ്പോൾ അവൾ ചോദിക്കും, അപ്പോൾ അവനാ മുന്നേ തല്ലിയ കാര്യം അവൾ ഓർമ്മയിൽ വരും.
എന്നിട്ട് ചോദിക്കും എപ്പോഴാണ് ഇതൊന്ന് നോർമൽ ആവുന്നേ? അപ്പം ഡോക്ടർ പറയും അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുക്കും. എന്തായാലും നീ ബില്ല് പേ ചെയ്യുക, എന്നിട്ട് മെഡിസിൻ വാങ്ങാനൊക്കെ അവൻ്റെ മെഡിസിൻ മേടിച്ച് കഴിയുമ്പം ബില്ല് നോക്കുമ്പോൾ നല്ല പൈസ ആകുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളോട് ഇതെന്താ ഇത്രയും പൈസ ആകുന്നു, സർജറിക്ക് ഇത്രയും പൈസ വരുമോ എന്ന് ചോദിക്കുമ്പോൾ സർജറിക്ക് അത്രയും ഇല്ല, ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ചാർജാണ് എന്ന് അവിടെയുള്ള ആളും പറയുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് ചിന്തിച്ചിട്ട് എന്നാൽ ഡിസ്ചാർജ് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ക്യാഷ് കൊടുക്കും. അവനോട് വന്ന് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ചെക്കപ്പിന് നീ ചെക്കപ്പ് ചെയ്യാനായിട്ട് എന്നും വന്നാൽ മതി എന്നൊക്കെ അവളിങ്ങനെ പറയും. നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും അവനൊരു പേപ്പർ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പൈസ ഒക്കെ നീ എനിക്ക് തരണം. അപ്പം അതിൽ എഴുതിയേക്കുന്നത് നേഴ്സിന് വേണം, അതുപോലെ തന്നെ അവന് ഡയറ്റീഷ്യനെയൊക്കെ വേണം എന്നൊക്കെ. അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ നല്ല പൈസ മുടക്കുണ്ട്. അപ്പോൾ അവളുടെ കയ്യിലാണ് അത്ര പൈസയൊന്നുമില്ല. അപ്പോൾ അവൾ ചോദിക്കും നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ പോലീസിനെ വിളിക്കുക. അപ്പം അവളിങ്ങനെ അപ്പോൾ ഓൾറെഡി അവൾ വണ്ടിയൊക്കെ ഇടിച്ചു, അതൊരു കേസാണ്. പിന്നെ പോരാത്തതിന് അവനിപ്പം വർക്കൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അവൻ പോലീസിനെ വിളിക്കാനായിട്ട് മുതിരുന്നത്. അപ്പം ഇവളിങ്ങനെ ചോദിക്കും അപ്പോൾ നിനക്ക് മറവിയൊന്നും ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം പറയും എനിക്ക് മറവിയൊന്നും ഉണ്ടായില്ല എന്ന് അവനും പറയും. അവന് പൈസ വേണമെന്ന് ഉറച്ച് പറയുമ്പോൾ അവൾ പറയും എനിക്ക് അത്രയും പൈസ ഇല്ല, മെഡിസിൻ വാങ്ങിയിട്ട് ഇപ്പോൾ ആകെ 1888 ഉള്ളൂ. അത് പറഞ്ഞ് തീരുമ്പോൾ തന്നെ അവൾക്കൊരു കോൾ വരും. അത് അവൾ നിൽക്കുന്ന വീട്ടിൽ ഉടമ വാടക ചോദിക്കാൻ വിളിക്കുന്നതായിരുന്നു. അങ്ങനെ അവൾക്ക് 1000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പോയിട്ട് 888 രൂപ അവൾക്ക് ആകെ നിലവിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് അവൻ്റെ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ സത്യമായിട്ടും പൈസ ഇല്ല, ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടോ, അതും നല്ല വീടാണ്, പിന്നെ നിനക്ക് നേഴ്സിനെ വേണമെങ്കിൽ ഞാൻ ആയിക്കോളാം എന്നൊക്കെ അവൾ പറയും. പിന്നീട് അവർ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് കാണിക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇതെൻ്റെ പുതിയ ചാനലാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് അത് തുറന്ന് പറയുകയോ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുകയോ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും കൂടെ ചെയ്ത് തന്നേക്കണം. താങ്ക് യു.